ഇന്ന് ഒരുപാട് പേർക്ക് താല്പര്യമുള്ള ഒരു വീഡിയോ ആണ് ഐഫോൺ 16 വേഴ്സസ് സാംസങ് S25. ഈ രണ്ട് ഫോണുകൾക്കും ഭയങ്കര ഡിമാൻഡുള്ള സെറ്റപ്പാണ്. അതിൽ തന്നെ ഇത് രണ്ടിൽ ഏതെടുക്കണം എന്നുള്ള ചോദ്യം ഒരുപാട് പേര് ചോദിക്കാറുള്ളതുമാണ്. സോ ഇന്ന് ഈ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം ഇതിൽ ഏതാണ് നിങ്ങൾക്ക് പറ്റിയെന്നുള്ള കാര്യം. സോ നമ്മൾ എല്ലാ ഭാഗങ്ങളും ഡിസൈൻ, ഡിസ്പ്ലേ, ക്യാമറ, ബാറ്ററി എല്ലാ കാര്യങ്ങളും വൃത്തിയായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാൻ പോവാണ്. ഏതാണ് ബെറ്റർ എന്ന് കണ്ടെത്താൻ പോവാണ്. സോ നേരെ വീഡിയോയിലേക്ക്. ആദ്യം തന്നെ ഈ രണ്ട് ഫോണുകളുടെയും പ്രൈസ് ഏകദേശം സെയിം ആണ്. 70-80 രൂപ. അതിൻ്റെ ഇടയ്ക്ക് ഈ ഓഫറിൽ ഈ ഫോണിൻ്റെ റേറ്റുകൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. സോ 70,000-80,000 ഇടയ്ക്ക് നിങ്ങൾക്ക് ഈ രണ്ട് ഫോണുകളിൽ ഏത് വേണമെങ്കിലും വാങ്ങിക്കാൻ സാധിക്കും. ഈ രണ്ട് ഫോണുകളുടെ ഡിസൈൻ നോക്കിയാലും നിങ്ങൾക്ക് കാര്യമായ വ്യത്യാസമൊന്നും പറയാനില്ല. ഗ്ലാസ് സാൻഡ്വിച്ച് ഡിസൈൻ, ഫ്രണ്ടിലും ബാക്കിലും ഗ്ലാസ്, നടുവിൽ അലുമിനിയം ഫ്രെയിം തന്നെയാണ് രണ്ടിലും വരുന്നത്. അതുപോലെ കാണാൻ നോക്കിയാൽ ഇവിടെ ട്രിപ്പിൾ ക്യാമറയുണ്ട്, ഇവിടെ ഡുവൽ ക്യാമറയുണ്ട്. ഡിസൈനിൽ വലിയ മാരക വ്യത്യാസമൊന്നും കാണാൻ സാധിക്കില്ല. സൈഡിലെ ബട്ടൺസിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ കാണാം. ഏറെക്കുറെയൊക്കെ ഒരേ ഫീൽ തന്നെയാണ് ഈ ഫോൺ രണ്ടും കയ്യിൽ പിടിക്കുമ്പോൾ. സോ ഇതിൻ്റെ ഡിസൈനെ കുറിച്ച് നിങ്ങൾ ഭയങ്കരമായിട്ട് പറയേണ്ട ആവശ്യമില്ല. സ്ട്രെങ്ത്തിൻ്റെ കാര്യത്തിൽ വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് പറയേണ്ടാവാം. കാരണം ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2-ന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട് ഇതിനകത്ത്. സെറാമിക് ഷീൽഡിൻ്റെ പ്രൊട്ടക്ഷനാണ്. സ്ലൈറ്റ്ലി നല്ലത് ഗൊറില്ല ഗ്ലാസ് അല്ലേ എന്ന് തോന്നാം. എന്തായാലും എന്നെ സംബന്ധിച്ച് രണ്ടിനും സ്ക്രാച്ച് ഒന്നും വന്നിട്ടില്ല. എന്തായാലും അതിലും വലിയ കാര്യമായിട്ടുള്ളൊരു ശ്രദ്ധയൊന്നും കൊടുക്കണമെന്ന് ഞാൻ പറയില്ല. ഡിസൈനും ബിൽറ്റ് ക്വാളിറ്റിയൊക്കെ രണ്ടും വളരെ നന്നായിട്ടുണ്ട്. രണ്ടിലും IP68 റേറ്റിംഗ് തന്നെയാണ്. 6.9 ഒന്നും വരുന്നില്ല. സോ ഡിസൈൻ വൈസ് ഏതെടുത്താലും വിരോധമില്ല. ഡിസൈൻ്റെ ഭാഗം പറഞ്ഞു പോകുമ്പോൾ ഈ USB പോർട്ടിലൊരു വ്യത്യാസമുണ്ട് കേട്ടോ. സാംസങ്ങിൽ USB 3.2 ആണ് വരുന്നത്. അതായത് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു USB പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ പഴയ USB 2.0 തന്നെയാണ് വരുന്നത്. അതൊരു പ്രധാനപ്പെട്ട വ്യത്യാസമാണെന്ന് ഓർത്ത് വെച്ചോളൂ. പിന്നെ നിങ്ങൾ ഒരുപാട് ബട്ടണുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഇതിൽ ക്യാമറ കൺട്രോൾ ബട്ടൺ ഉണ്ട്, ഇവിടെ ആക്ഷൻ ബട്ടൺ ഉണ്ട്. ഇതൊക്കെ ഐഫോണിൽ വരുന്നുണ്ട്. സോ ആ ബട്ടണുകളൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആയിരിക്കും എന്ന് ചിന്തിച്ച് നോക്കുക. എന്നെ സംബന്ധിച്ച് ക്യാമറ കൺട്രോൾ ബട്ടൺ ഞാൻ ഉപയോഗിച്ച സമയം മറന്നുപോയി. അത്രയും പോലും ഉപയോഗിക്കുന്നില്ല. ആക്ഷൻ ബട്ടൺ എന്ന് പറയുന്ന സംഭവം ഞാൻ സൈലൻറ്റ് ബട്ടണായിട്ട്, ആ മ്യൂട്ട് ബട്ടണായിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. സോ അപ്പം നിങ്ങൾക്ക് ഇതുകൊണ്ടൊക്കെ വേറെ വല്ല അഡ്വാൻറ്റേജ് ഉണ്ടോ, ഗുണങ്ങളുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. അതൊഴിച്ച് നിർത്തിയാൽ ഈ രണ്ട് ഫോണുകളുടെ ഡിസൈനും ഏറെക്കുറെ ഒരേപോലെയാണ്, ഫീലും ഒരേപോലെയാണ്. എന്നാൽ മാരകമായൊരു വ്യത്യാസം, അതായത് നമ്മൾ ഏത് ഫോൺ എടുത്ത് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ പറയാനുള്ളത് ഐഫോൺ ഭയങ്കര സ്മൂത്താണ്, സോഫ്റ്റാണ്, നൈസാണ്. ഇത്രയും ഒരു സോഫ്റ്റ്നെസ്, സ്മൂത്ത്നെസ് ഒന്നും വേറൊരു UI നമുക്ക് അങ്ങനെ കാണാൻ കിട്ടില്ല. അത്രയും ഒരു കോൺഫിഡൻ്റ് ആണ് നമ്മൾ ഐഫോണിൻ്റെ ആ ഒരു ഫ്ലൂയിഡിറ്റിയെ കുറിച്ച് പറയുന്നതിൽ. പക്ഷേ ഈ രണ്ട് ഫോണുകൾ വരുമ്പോൾ കഥയാകെ മാറുകയാണ്, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. One UI 7 അടക്കം വരുന്ന ഈ സാംസങ് S25 എന്ന് പറയുന്നത് ഭയങ്കര സ്മൂത്താണ്. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളിത് കേട്ട് വിശ്വസിക്കേണ്ട. നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലുമൊക്കെ ഒരു കടയിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഡെമോ കാണും. പോയി ഒന്ന് ഉപയോഗിച്ച് നോക്കുക. നൈസാണ്. പ്രത്യേകിച്ചും ഈ ഐഫോൺ 16-ന്റെ 60 Hz ഡിസ്പ്ലേയുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഭയങ്കരമായൊരു ഫീൽ വ്യത്യാസം നമുക്ക് S25-ൽ കിട്ടും. നല്ല എക്സ്പീരിയൻസ് ആണ്, നല്ല ഡിസ്പ്ലേ ആണ്, നല്ല സ്മൂത്താണ്. പക്ഷേ ഇത് ആ ഒരു സ്മൂത്ത്നെസ് ഉണ്ടാവില്ല. 60 Hz ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ആ ഒരു വ്യത്യാസം ഭയങ്കര വ്യത്യാസമാണ്. ഉപയോഗിച്ച് നോക്കുക. ഇതിൻ്റെ ഡിസ്പ്ലേ സൈസുകൾ നോക്കിയാൽ 6.1 ഇഞ്ച് ഡിസ്പ്ലേ ആണ് ഐഫോണിൽ വരുന്നത്, ഐഫോൺ 16-ൽ വരുന്നത്. ഇതിൽ വരുന്നത് 6.2 ഇഞ്ച് ഡിസ്പ്ലേ ആണ്. തീർച്ചയായിട്ടും സാംസങ്ങിൻ്റെ ഡൈനാമിക് AMOLED ഡിസ്പ്ലേയുടെ ക്വാളിറ്റി വേറെ ലെവൽ തന്നെയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം. രണ്ടും നന്നായിട്ടുണ്ട്, മോശമൊന്നും പറയാനല്ലേ. എങ്കിലും സാംസങ്ങിൻ്റെ ഡിസ്പ്ലേയോട് എനിക്കൊരു ചെറിയ താല്പര്യം കൂടുതലുണ്ട്. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നത് നോക്കുക. രണ്ടിലും വീഡിയോ പ്ലേ ചെയ്ത് ഞാൻ കാണിക്കുന്നുണ്ട്. ഈ രണ്ട് ഫോണുകളിലും ബ്രൈറ്റ്നസ്സും ഓക്കെയാണ്. ഇതിൽ 2000 നിറ്റ്സും ഇതിൽ 2600 നിറ്റ്സും വരുന്നുണ്ട്. 600 നിറ്റ്സ് കൂടുതലുണ്ടെങ്കിലും ഈ രണ്ട് ഫോണുകൾക്കും സൺലൈറ്റ് വിസിബിലിറ്റി കാര്യങ്ങളൊന്നും ഇഷ്യൂസ് ഇല്ല. രണ്ടും പക്കാവായിട്ട് വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു വ്യത്യാസം വരുന്നത് ഇതിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് ആണ്. അൾട്രാസോണിക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് ആണ് വരുന്നത്. ഇതിൽ ഫേസ് ID ആണ്. അതൊക്കെ ഒരു വ്യത്യാസങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ നോക്കുക. ഡിസ്പ്ലേ ക്വാളിറ്റി വൈസും യൂസർ എക്സ്പീരിയൻസിലും S25 ആണ് ബെസ്റ്റ് ഐറ്റം. കടയിൽ പോയി എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിക്കോളൂ, നിങ്ങൾക്ക് ആ ഡിഫറൻസ് ഫീൽ ചെയ്യാൻ പറ്റും. ഇനി രണ്ട് ഫോണുകളുടെ പെർഫോമൻസ് വരുമ്പോൾ ഏത് പിക്ക് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും അടിപൊളി പെർഫോമൻസാണ്. നിങ്ങൾ ഐഫോണാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ടോപ്പ് ലെവൽ പെർഫോമൻസ് കിട്ടുന്നുണ്ട്. S25 ആണെങ്കിലും സ്നാപ്ഡ്രാഗൺ 8 Elite ഇതിനടിക്കുന്നത് എക്സിനോസ് ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ ബെസ്റ്റ് പെർഫോമൻസ് ഇതിലും കിട്ടും. സോ പെർഫോമൻസിന് വേണ്ടി നിങ്ങൾ ഇതിൽ ഏതെടുത്താലും കുഴപ്പമില്ല. പക്ഷേ പെർഫോമൻസിന് വേണ്ടി എന്ന് ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ഒരു ഗെയിമിങ്ങിന് വേണ്ടി ഈ ഒരു കോമ്പാക്ട് സൈസ് ഫോണുകൾ ആരും എടുക്കാൻ വഴിയില്ല. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പ്ലസ് വേരിയൻറ്റുകൾ, രണ്ടിൻ്റെയും പ്ലസ് വേരിയൻറ്റുകൾ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയ ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് കിട്ടും, വലിപ്പം കൂടി ഡിസ്പ്ലേ ആകുമ്പോൾ. സോ ഗെയിമിങ്ങിന് വേണ്ടി നിങ്ങൾ നോക്കണമെന്ന് ഞാൻ പറയില്ല. ഈ നിങ്ങൾക്ക് കോമ്പാക്ട് ഫോൺ തന്നെ വേണം, ഗെയിം കളിക്കണം എന്നുണ്ടെങ്കിൽ രണ്ടും കട്ടയ്ക്കാണ്, യാതൊരു പ്രശ്നവുമില്ല. പിന്നെ ആകെ ഈ പെർഫോമൻസിൻ്റെ ഭാഗത്തുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് S25-ൽ എക്സ്ട്രീം പ്ലസ് പോലുള്ള FPS-കളിൽ നിങ്ങൾക്ക് ഗെയിം കളിക്കാൻ പറ്റുമെന്നുള്ളതാണ്. കാരണം ഇതിൽ 120 FPS ഡിസ്പ്ലേ ആണ് ഇരിക്കുന്നത്. ബട്ട് ഐഫോൺ 16-ൽ നമുക്ക് 60 Hz ഡിസ്പ്ലേ ഉള്ളൂ. അതുകൊണ്ട് അതിൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള പ്രത്യേകതകളൊന്നും പ്രതീക്ഷിക്കേണ്ട. സോ ഗെയിം കളിക്കാൻ എന്തായാലും ബെറ്റർ S25 തന്നെയാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഈ ഗെയിം കളിക്കുമ്പോഴായാലും മറ്റുമായാലും 5G പോലുള്ള കാര്യങ്ങൾ, കണക്ടിവിറ്റി അതിലൊന്നും ഇഷ്യൂ ഇല്ല. രണ്ടിലും 5G സപ്പോർട്ടാണ്. അതുപോലെ NFC ഉണ്ട്, Wi-Fi 7 തന്നെ വരുന്നുണ്ട്, Bluetooth 5.3 വരുന്നുണ്ട്, 4 വരുന്നുണ്ട്. എല്ലാ കണക്ടിവിറ്റി ഓപ്ഷനും അങ്ങ് ടോപ്പ് ലെവലിൽ തന്നെ ഈ രണ്ട് ഫോണുകളിലും ഉണ്ട്. സോ നിങ്ങൾക്ക് ഗെയിം പോലുള്ള കാര്യം കളിക്കാനായാലും സാധാരണ യൂസിനായാലും ഒന്നും ഒരു വിഷയം വരുന്നില്ല. നെറ്റ്വർക്ക് ഇഷ്യൂ പോലുള്ള കാര്യങ്ങളൊന്നും ഈ രണ്ട് ഫോണുകളും വരുന്നില്ല. പെർഫോമൻസിൽ 0 ഇഷ്യൂ. ഗെയിമിങ്ങിനാണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യില്ല എന്ന് മാത്രം, കാരണം ഇത് കോമ്പാക്റ്റ് ആയതുകൊണ്ട്. സോ ഈ രണ്ട് ഫോണുകളുടെ പെർഫോമൻസിനെ കുറിച്ച് നിങ്ങൾ കമ്പയർ ചെയ്യേണ്ട, സെറ്റാണ്. ഇനി നല്ലൊരു ചേഞ്ച് ഇതിൽ വന്നിരിക്കുന്നത് ഈ S25-ന് ഐഫോൺ 15 കമ്പയർ ചെയ്യുമ്പോൾ ബാറ്ററി ലൈഫ് സ്വല്പം കുറവായിരുന്നു മുമ്പ്. 24-ലൊക്കെ 25-ലേക്ക് വരുമ്പോൾ ഇത് ബാറ്ററി ലൈഫ് നന്നായിട്ടുണ്ട്. ഈ രണ്ട് ഫോണുകളും ബാറ്ററി ലൈഫിൽ വലിയ വ്യത്യാസമില്ല.
സോ ബാറ്ററി ലൈഫിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇതിലേതായിരിക്കും നല്ലതെന്ന് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വേണ്ട, ഇത് രണ്ടും ഒരുപോലെയാണ്. 120 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ, 60 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ. അപ്പോൾ കുറച്ച് ബാറ്ററി ലൈഫ് ഇതിൽ കുറയില്ലേ എന്ന് നിങ്ങൾക്ക് തോന്നാം, പക്ഷേ കുറയുന്നില്ല. എനിക്ക് തോന്നി ഇത് രണ്ടും ഒരേപോലെ ബാറ്ററി ലൈഫ് തരുന്നുണ്ടെന്നാണ്. സോ ബാറ്ററി ലൈഫിനെ കുറിച്ച് ഓർത്തും നിങ്ങൾ വറീഡ് ആവേണ്ട ഈ ഫോണുകളുടെ കാര്യത്തിൽ. സോ അപ്പോൾ ഈ ഒരു മേഖലയിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത മേഖല തൊട്ട് വളരെ വ്യത്യാസമുണ്ട്. ഡിസ്പ്ലേയിൽ പറഞ്ഞ പോലെ തന്നെ ചേഞ്ചുകൾ, മാറ്റമുള്ള കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ക്യാമറ സാമ്പിൾസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അത്യാവശ്യം പ്രധാനപ്പെട്ട ഇമേജുകൾ മാത്രമേ ഞാൻ ഷെയർ ചെയ്യുന്നുള്ളൂ. എല്ലാ സൂമിങ്ങും കാര്യങ്ങളും ഒന്നും ഷെയർ ചെയ്യുന്നില്ല. ക്വാളിറ്റി വ്യത്യാസം നിങ്ങൾക്ക് ഇവിടെ തന്നെ മനസ്സിലാവും. അത്യാവശ്യം രണ്ടും നന്നായിട്ടുണ്ട്. എനിക്ക് പൊതുവേ സാംസങ്ങിൻ്റെ ഫോട്ടോസ് എനിക്ക് കൂടുതൽ ഇഷ്ടമാണ്. അത് ഞാൻ പണ്ട് തൊട്ടേ പറയുന്നതാണ്. എനിക്ക് ഇവിടെ അത് തന്നെയാണ് ഇഷ്ടം. സെൽഫി ക്യാമറ ഇമേജിലൊക്കെ എനിക്ക് സാംസങ് ആണ് ക്ലിയർ ആയിട്ടും ഇഷ്ടം. പിന്നെ ഐഫോണിൻ്റെ ഫോട്ടോസ് നല്ല ക്വാളിറ്റി ഫോട്ടോസാണ്. വേണമെങ്കിൽ അത് എഡിറ്റ് ചെയ്ത് ഭംഗിയാക്കാനും സാധിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ. ഇത് ഭംഗിയില്ല എന്നല്ല ഞാൻ പറയുന്നത്, വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് മാറ്റാനും സാധിക്കും. വീഡിയോ ക്വാളിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടിലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസ് തന്നെയാണ് കിട്ടുന്നത്. ബട്ട് സ്റ്റെബിലിറ്റി, അതായത് വീഡിയോ നമ്മൾ പാൻ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുമ്പോൾ കുറച്ചും കൂടി സ്റ്റേബിളായിട്ട് നല്ല ഒരു ഫ്ലൂയിഡായ ഒരു വീഡിയോ തരുന്നത് ഐഫോൺ തന്നെയാണ് ഇപ്പോഴും. അത് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യുക. ഞാൻ ഐഫോണിൻ്റെ ഭാഗത്താണ് വീഡിയോയുടെ കാര്യത്തിലേക്ക് നിൽക്കുന്നത്. എന്തായാലും സാംസങ്ങിൻ്റെ വീഡിയോ മോശമാണെന്നൊന്നും ഞാൻ പറയില്ല, അടിപൊളി തന്നെയാണ്. ഫോട്ടോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ സാംസങ് ചൂസ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല വീഡിയോസ് എടുക്കാൻ സാധിക്കുന്നുണ്ട്. ഐഫോണിൻ്റെ അത്രയും ഒരു ലെവൽ തോന്നുന്നില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. സോ വീഡിയോസിൻ്റെ കാര്യത്തിലും ഇത് രണ്ടും നല്ലതാണ്. അതിൽ ഐഫോൺ നമ്മൾ ചൂസ് ചെയ്യുന്നത് മാത്രം. ഇനി പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, അതായത് വളരെ വലിയ ഒരു യൂസർ എക്സ്പീരിയൻസ് ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് AI ഫീച്ചറുകളുടെ കാര്യത്തിലാണ്. ഇതിൽ ഇപ്പോൾ സൈഡ് ബട്ടൺ, സാംസങ്ങിൽ ഇപ്പോൾ സൈഡ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ജെമിനൈയാണ് വരുന്നത്. നൈസാണ്. എന്ത് കാര്യവും നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യേണ്ട കാര്യങ്ങളായിക്കോട്ടെ, എന്ത് തരം റൈറ്റിംഗ് ആയിക്കോട്ടെ, റീറൈറ്റിംഗ് ആയിക്കോട്ടെ, എല്ലാ സംഭവങ്ങളും ജസ്റ്റ് ഈ ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങൾ കമാൻഡ് കൊടുത്താൽ ക്ലിയർ ആയിട്ട് ചെയ്തു തരും. ഇതിന് വേറെ ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല, ഇവൻ പണി അങ്ങ് എടുത്തോളും. എന്നാൽ ഇതിൽ നമുക്ക് സിരിയാണുള്ളത്. സിരിയോട് പറയുമ്പോൾ അത് മര്യാദയ്ക്ക് തന്നെ പറയണം. അതായത് സിരിക്ക് മനസ്സിലാവുന്ന പോലെ തന്നെ പറഞ്ഞാലാണ് ഇത് കാര്യം മനസ്സിലാക്കുകയുള്ളൂ. മാത്രമല്ല ChatGPT യുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജനറലായ ഒരു കാര്യം ചോദിച്ചാൽ ChatGPT യോട് ചോദിക്കട്ടെ എന്നൊക്കെ ചോദിച്ച് പെർമിഷൻ വാങ്ങിയിട്ട് പോയി ചോദിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നൊരവസ്ഥയാണ്. പക്ഷേ ഇവിടെ ചോദ്യം പറച്ചിലൊന്നുമില്ല. നമ്മൾ ചോദിച്ചാൽ മതി, ജെമിനി ഓൾറെഡി സെർച്ച് ചെയ്ത് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് കൊണ്ടുതരും. അതും അത്യാവശ്യം നമ്മൾ ഹ്യൂമൻ ലാംഗ്വേജ് സംസാരിച്ചാൽ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യുന്നൊരവസ്ഥ ഇതിൽ ജെമിനൈക്ക് ഉണ്ട്. സോ തീർച്ചയായിട്ടും ബെറ്റർ AI എന്ന് പറയുന്നത് ഒരു ഡൗട്ടും ഇല്ലാതെ ക്ലിയർ ആയിട്ടും എനിക്ക് പറയാൻ കഴിയും അത് S25-ലാണ്. അതായത് അസിസ്റ്റൻറ്റ്, ഈ വോയിസ് അസിസ്റ്റൻ്റ് കാര്യം ഞാൻ പ്രധാനമായിട്ട് പറയുന്നത്. അത് മാത്രമല്ല ബാക്കിയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ സർക്കിൾ ടു സെർച്ച് ആണ്. ഇതിൽ വേറൊരു സംഭവമുണ്ട്. നമ്മൾ ഈ ക്യാമറ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഈ സർക്കിൾ ടു സെർച്ചിന് പകരമുള്ളൊരു സംഭവം വരും. പക്ഷെ അത് അത്ര ഒരു ആക്യുറേറ്റ് അല്ല. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സംഭവം കൊണ്ട് നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്താൽ ആ മൊത്തം ഇമേജിനെ എടുത്തിട്ടായിരിക്കും ഇത് സെർച്ച് ചെയ്യാൻ പോകുന്നത്. അതേസമയം സർക്കിൾ ടു സെർച്ച് ആണെങ്കിൽ നമ്മളൊന്ന് ക്യാമറയിൽ നിന്ന് പിടിച്ചിട്ട് കറക്റ്റ് ആ ഭാഗം മാത്രം സർക്കിൾ ചെയ്ത് കൊടുത്താൽ ഈസി ആയിട്ട് അതിൻ്റെ ആൻസർ മാത്രം കിട്ടും. സോ സർക്കിൾ ടു സെർച്ച് ആണ് ഇതിലുള്ള ആ ഒരു ഫംഗ്ഷനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത്. പിന്നെ അത് മാത്രമല്ല റൈറ്റിംഗ് ടൂൾ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇതിൽ കുറച്ചും കൂടി ബെറ്ററായി. ഈവൻ വാട്സപ്പിലടക്കം റൈറ്റിംഗ് ടൂൾ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു വിഷയമില്ല. ഇത് റൈറ്റിംഗ് ടൂൾ എനിക്ക് ഇപ്പോഴും വാട്സപ്പിലൊന്നും വന്നിട്ടില്ല. സോ അങ്ങനെ AI കാര്യത്തിൽ, ഈ പറഞ്ഞ വോയിസ് സെർച്ചിൻ്റെ കാര്യം, അങ്ങനെയുള്ള എല്ലാ കാര്യത്തിലും സാംസങ് ഫാർ ബെറ്ററാണ്. ഇത് ബീറ്റ വേർഷനാണ്. ഇത് സ്റ്റേബിൾ ആവാൻ പോകുന്നുള്ളൂ ഈ AI സംവിധാനങ്ങൾ. അത് സ്റ്റേബിൾ ആയാലും ഇതിൻ്റെ അത്രയും എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഇപ്പോൾ ടോപ്പാണ്. ഇന്ന് കിട്ടാവുന്നതിലേക്ക് ഏറ്റവും നല്ല AI ഫീച്ചേഴ്സുള്ള ഫോൺ എന്ന് പറയുന്നത് S25 ആണ്. സോ യൂസർ എക്സ്പീരിയൻസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 1UI 7-ൻ്റെ ആ ഫ്ലൂയിഡിറ്റിയും കാര്യങ്ങളും എല്ലാം കൂടി നോക്കുമ്പോഴും AI ഫീച്ചർ അടക്കം നോക്കിയാലും സംഭവം കിടുവാണ് S25. സോ ഇപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ഡിസൈനെക്കുറിച്ചും ഡിസ്പ്ലേയെക്കുറിച്ചും ക്യാമറയെക്കുറിച്ചും ബാറ്ററിയെക്കുറിച്ചും പെർഫോമൻസിനെക്കുറിച്ചും AI സംവിധാനങ്ങളെക്കുറിച്ചും ഞാൻ പറഞ്ഞു. ഇതിൽ സാംസങ് ക്ലിയർ ആയിട്ട് വിൻ ചെയ്യുന്ന ഭാഗങ്ങളാണ് ഡിസ്പ്ലേ, 120 ഹെർട്സിൻ്റെ ഡൈനാമിക് അമോലെഡ് ഡിസ്പ്ലേ, ക്യാമറയിലെ ഫോട്ടോഗ്രാഫി, അതേപോലെ AI ഫീച്ചറുകളുടെ കാര്യം. ഇതിലൊക്കെ ക്ലിയർ ആയിട്ടും സാംസങ് ആണ് എനിക്ക് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തത്. സോ നിങ്ങൾക്ക് ഈ കാര്യങ്ങളാണ് പ്രയോറിറ്റി എങ്കിൽ തീർച്ചയായിട്ടും ഇതാണ് നിങ്ങൾക്കുള്ള ഫോൺ. ഇനി അതല്ല വീഡിയോഗ്രാഫിയും പിന്നെ ഐഫോൺ വേണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത് നല്ലതാണ്. ഇതിനെപ്പോലെ തന്നെ അടിപൊളി പെർഫോമൻസും ബാറ്ററി ലൈഫും അത്യാവശ്യം നല്ല ക്യാമറ സെറ്റപ്പ് എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. നിങ്ങൾക്ക് ആപ്പിൾ വേണമെന്ന് നിർബന്ധമാണെങ്കിൽ ഇതെടുക്കുക. അതല്ല നിർബന്ധമില്ലെങ്കിൽ ബെറ്റർ ഐറ്റം S25 ആണ്. ബട്ട് സ്റ്റിൽ ഐഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഐഫോൺ തന്നെ ഉപയോഗിക്കുന്നതാവും നല്ലത്. കാരണം ഇതിലേക്ക് വന്നാൽ അത്രത്തോളം ഇഷ്ടപ്പെടുമെന്ന് പറയാൻ പറ്റില്ല. കാര്യം ഫീച്ചർ വൈസും എൻ്റെ എക്സ്പീരിയൻസ് വൈസും ഇത് ബെറ്ററായി തോന്നിയെന്ന് ഞാൻ പറഞ്ഞത്. പക്ഷേ ഐഫോൺ യൂസേഴ്സ് വന്നിട്ട് ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ആൻഡ്രോയിഡ് ഇഷ്ടപ്പെടണമെന്നില്ല. അതുകൊണ്ട് ഐഫോൺ യൂസേഴ്സ് ആരും ചാടിക്കയറി ഇതിലോട്ട് വരണ്ട. ആൻഡ്രോയിഡ് നിങ്ങളിത് ഓൾറെഡി ഉപയോഗിക്കുന്നവർ മാറാൻ ഉദ്ദേശിക്കുന്നത് മാറിയേ പറ്റൂ എന്ന രീതിയിൽ ചിന്തിക്കുന്നുവെങ്കിൽ മാത്രം ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് മാറും. അതേപോലെ തന്നെ തിരിച്ച് ആൻഡ്രോയിഡ് യൂസേഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് വീഡിയോഗ്രാഫിക്ക് വേണ്ടിയിലേക്ക് പോകുമ്പോൾ ഇതിൽ പറഞ്ഞ ഒരുപാട് ഫീച്ചറുകൾ ഇൻക്ലൂഡിങ് കോൾ റെക്കോർഡിംഗ് അടക്കമുള്ള സാംസങ് വാലറ്റ് അടക്കമുള്ള ഒട്ടനവധി ഫീച്ചറുകൾ, സാംസങ്ങിൻ്റെ ഫീച്ചർ പറയാൻ തുടങ്ങിയ തീരൂല, അത്ര അധികം ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട്. അതൊന്നും ഇതിൽ കിട്ടില്ല എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് വേണം നിങ്ങൾ ഇതിലോട്ട് പോകാൻ. അപ്പോൾ അത് മൈൻഡിൽ വയ്ക്കുക. സോ ഇതാണ് സാംസങ് S25 ഐഫോൺ 15 കുറിച്ചുള്ള എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഇത് ബെറ്ററാണ്. ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് മതിയില്ലേ? ഇനി കൂടുതലൊന്നും ഞാൻ പറഞ്ഞ് ഇങ്ങനെ വെറുതെ സമയം കളയണ്ടല്ലോ. എന്താണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിന് തോന്നിയത്? നിങ്ങളിതിൽ ഏതാണ് എടുക്കാൻ തീരുമാനിക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.
പിന്നെ ഒരു കാര്യം, പലരും ഈ കഴിഞ്ഞ S24 നിന്നും ഇതിലേക്ക് വലിയ മാറ്റമൊന്നുമില്ല. തീർച്ചയായിട്ടും വലിയ മാറ്റമൊന്നുമില്ല. അതിപ്പോൾ ഇതിൻ്റെ iPhone 14 നിന്നും ഇതിലേക്ക് 15 നിന്നും ഇതിലേക്ക് നോക്കിയാലും വലിയ കാര്യമായ മാറ്റമൊന്നുമില്ല. സോ iPhone 15 ഉള്ളവർ 16ലേക്ക് വരണമെന്ന് ചോദിച്ചാൽ വേണ്ട. നിങ്ങൾ S24 ഉള്ളവർ 25ലേക്ക് വരണമെന്ന് ചോദിച്ചാൽ വേണ്ട. നിങ്ങൾ വരണമെന്ന് അത്യാവശ്യമില്ല. ഈ രണ്ട് ഫോണുകളും കാര്യമായ അത്ര വലിയ വ്യത്യാസമൊന്നുമില്ല. ഈ സ്നാപ്ഡ്രാഗൺ 888 ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. Exynosൽ നിന്ന് 888ലേക്ക് മാറിയത് മാത്രം. സോ ആ ഒരു അപ്ഡേറ്റിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഇത് രണ്ടും തമ്മിലുള്ള കമ്പാരിസനാണ് ഞാൻ പറഞ്ഞത്. അപ്ഡേറ്റ് എനിക്ക് വലിയ നിർബന്ധമൊന്നും പറയാൻ തോന്നുന്നില്ല. അത്രയും വലിയ അപ്ഡേറ്റുകളൊന്നും ഇതിൽ കാണുന്നില്ല. ചെയ്തേ മതിയാവുന്നുണ്ടെങ്കിൽ ചെയ്യാട്ടോ, സംഭവം കിടുവാണ്. സോ അപ്പോൾ അതാണ് സാംസങ് S25 വേഴ്സസ് iPhone 16 എന്ന ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോ കാണാം.